ആസ്വദിക്കുമടോ ഫലസ്തീനും ഇറാനുമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ കണ്ടാസ്വദിക്കുന്നവരും ഇന്നുമുണ്ടല്ലോ. അന്നും അങ്ങനെ തന്നെയാണ്. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന് പിടയുമ്പോ അത് കണ്ടാസ്വദിക്കുകയാ, അവര് പരിഹസിക്കുകയാ, അവരാനന്ദ നൃത്തം കൊള്ളുകയാ. അതാ വരുന്നടാ ചെറുപ്പക്കാരാ, ആകാശ ലോകത്ത് നിന്ന് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തില് അതാ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന മരണവപ്രാളത്തിൽ പറയുന്ന ഹുബൈബ് ഇബ്നു അദിയിനോട് അതാ മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ ഹുബൈബ്? 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മോനെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാടാ സങ്കടപ്പെടുന്നത്? ഹുബൈബ് കരയല്ലേ ഹുബൈബ്, പേടിക്കല്ലേ ഹുബൈബ്, വിളിച്ചു പറയടാ. ഈ ചിരിക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട്, ഈ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കുമെന്ന് മോനെ, നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ഹുബൈബ് ദാ മുസ്ലിമാവുകയാണ്, ഒരിക്കൽ ശത്രുവിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശത്രുക്കളുടെ കയ്യിൽ കിട്ടുമ്പോ പിടിച്ചു കെട്ടിയിട്ട് അവര് കൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അവര് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്ന, ഹുബൈബ് മതം മാറണം ഹുബൈബ്, മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, നിനക്ക് അധികാരം തരാ, നിനക്ക് സമ്പത്ത് തരാ, ഏത് പെണ്ണിനെ കാണിച്ചാലും നിന്റെ കൂടെ കടത്തി തരാ, നീ മതം മാറടാ ഹുബൈബ്. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അപ്പോഴാണ് നേതാക്കന്മാര് പറയുന്നത്, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ പരസ്യമായിട്ട് വേണം തൂക്കിലേറ്റി കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കഴുകുമരം റെഡിയാക്കുകയാണ്, തൂക്കുമരം റെഡിയാക്കുകയാണ്. അവര് ചോദിച്ചു, ഹുബൈബ് എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ ഹുബൈബേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് അനുവാദം കൊടുത്തു. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, എപ്പോൾ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ.
നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് പടച്ചവനെ ഞാൻ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല നിസ്കാരത്തിന്റെ പായിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാണ്.